ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക്ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് 2 തരം ചാറ്റ് ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രീൻ ചട്നി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പുതിനയില എടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയില എത്രത്തോളമാണ് എടുക്കുന്നത് ഇതിന് നേർ പകുതി പുതിനയില എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, ഒത്തിരി എരിവ് ഈ ചട്നിക്ക് ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ ബദാം വെള്ളത്തിൽ കുതിർത്തിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണ്. ഏകദേശം ഒരു 15 ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സി ജാറിൽ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ ബദാമൊക്കെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അടിഞ്ഞ് ഇട്ട് കേട്ടോ. അതിനുശേഷമാണ് ഞാൻ പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1-2 പൊടികളൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനിയപ്പോൾ നമുക്ക് ടാമറിൻ്റെ ചട്നിയായിട്ട് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു 50 ഗ്രാം വാളംപുളി എടുത്തിട്ടുണ്ട്. ഇതപ്പോൾ ഉപ്പും കൂടിയുള്ള വാളംപുളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 to 3/4 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ വാളംപുളി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി പിഴിഞ്ഞെടുക്കണം കേട്ടോ വാളംപുളി. അപ്പോൾ ഞാൻ ഈ വാളംപുളി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടാമറിൻ്റെ ചട്നി റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന വാളംപുളിയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഡേറ്റ്സിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്സിൻ്റെ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 ഗ്രാം ഡേറ്റ്സ് എടുക്കുക. അതിനുശേഷം കുറച്ച് തിളച്ച വെള്ളത്തിൽ ഇത് ഡിപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡേറ്റ്സിൻ്റെ പേസ്റ്റ് ഏകദേശം ഒരു 30 ഗ്രാം ഉണ്ട്. കൂടെ തന്നെ ഒരു 70 ഗ്രാം ശർക്കര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ചെറിയൊരു പുളിപ്പും നല്ല മധുരമൊക്കെ ആയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ ഡേറ്റ്സിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടാകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ആയിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ ശർക്കര നന്നായിട്ട് ഇതിൽ മെൽറ്റ് ആവണം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ എടുത്ത പുളിയിൽ നന്നായിട്ട് ഉപ്പുണ്ടായിട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാതിരുന്നത്. നിങ്ങളപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസ് മതി കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട കട്ട്ലേറ്റിൻ്റെ കൂടെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇത് സ്നാക്സിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. സമൂസ, കട്ട്ലേറ്റിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ചട്നി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.